വയ്ക്കാം. പരിപ്പ് കറി, പരിപ്പ്, സീമപതനക്കായ, മാങ്ങ, ഉള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഇത് കൂടിയിട്ട് നമ്മൾ തേങ്ങ അരച്ച കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ആദ്യം നമ്മൾ പരിപ്പ് കഴുകി അതിൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സീമപതനക്കായും ഒരു മാങ്ങയുടെ പകുതിയും ഒരു പച്ചമുളകും ഒരു കുറച്ച് ഉള്ളി അരിഞ്ഞത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നോക്കാം. വെള്ളം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. പരിപ്പും കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുറി നാളികേരത്തിൻ്റെ പാൽ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്നിട്ട് നമുക്ക് കടുക് കാച്ചാം. നല്ല ടേസ്റ്റാണ് ഈ സീമപതനക്കായ. ഇതുപോലെ പരിപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഇതാണ് ഈ കായ. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കടുക് കാച്ചി ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം. ഇപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി താളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മളെ കറി താളിച്ചൊഴിക്കുകയാണ്. നല്ല രുചിയാണ് ഇങ്ങനത്തെ കറി. എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഒന്ന് വെച്ച് നോക്കണം. അങ്ങനെ നല്ല രുചികരമായ സീമപതനക്കായും പരിപ്പും പിന്നെ ഒരു പൂള് മാങ്ങിയിട്ടിട്ടുള്ള നല്ലൊരു നാടൻ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.